Hi dear friends, assalamualaikum.welcome back to my channel. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിനായി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നേരെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുഡിംഗ് റെഡിയാക്കി എടുക്കാം. പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാനായി മാറ്റി വെക്കാം. ഇതിനായി ഞാനിവിടെ 10 ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് ചെറിയ പീസുകളാക്കി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തെങ്കിലാണ് നമ്മുടെ പുഡിങ് നല്ല രീതിയിൽ സെറ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ അതവിടെ സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള ഇളനീരാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ ഗ്ലാസ് ഇളനീരിൻ്റെ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇളനീരിൻ്റെ കാമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല. അതിലേക്ക് ആവശ്യമായത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതാ നമ്മുടെ ഇളനീരിൻ്റെ ജ്യൂസ് മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ഇളനീരിൻ്റെ കാമ്പും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇളനീരിൻ്റെ മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിനായി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് വരട്ടെ. ആ സമയത്ത് തന്നെ നമ്മൾ മറ്റേ ഗ്യാസിൽ അടുപ്പിൽ നമ്മുടെ പാലൊന്ന് ചൂടാവാനായി മാറ്റി വെക്കാം. അപ്പോൾ പാല് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കൂടുതലായി നിൽക്കണം, എങ്കിലാണ് പുഡിങ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പുഡിങ് ഒന്ന് തിളപ്പിച്ച് കിട്ടുന്ന സമയത്ത് പഞ്ചസാര കൂടുതലായി നിന്നെങ്കിലാണ് നല്ലൊരു മധുരം കിട്ടുകയുള്ളൂ. അതാ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ചെയ്തെടുക്കുന്നത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് എന്തായാലും ചേർത്ത് കൊടുക്കണം, എങ്കിലാണ് നമ്മുടെ പുഡിങ്ങിന് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് കുറവാണുള്ളതെങ്കിൽ അതിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാകും.
മിൽക്ക് മേഡും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട, ഒന്ന് നന്നായി ചൂടായി കിട്ടിയാൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇളനീരിൻ്റെ ജ്യൂസ് മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയും മിൽക്ക് മേഡും ഇളനീരിൻ്റെ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരട്ടെ. അതുവരെ നമുക്ക് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഒരു അരിപ്പ വെച്ചിട്ടാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ചൂടോട് കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ ചൈന ഗ്രാസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഒരു മിനിറ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. 1-2 മിനിറ്റ് മതിയാകും. ഒരുപാട് സമയം ഇത് വെച്ച് തിളപ്പിച്ചെടുക്കേണ്ടതില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പുഡിംഗ് മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയ ചൂടോട് കൂടെ തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിത് 2 ട്രേയിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുക്കാവുന്നതാണ്. ഇതാ ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഏത് രീതിയിൽ ഓരോ ഡിസൈൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമുണ്ടെങ്കിൽ ആ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിംഗ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 5 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിംഗ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.